ശബരിമലയിൽ നിർണായകമായി വിധി വരാൻ പോവുകയാണ്. വിധിയൊക്കെ അവിടെ വരും. പക്ഷേ ഭക്തജന തിരക്ക് തുടരുന്നുണ്ട്. ഒരു കുറവുമില്ല. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തെത്തുന്ന ഭക്തർ കൃത്യദിവസം തന്നെ എത്തണമെന്ന് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയത് 79,846 പേരാണ്. 80,000-നടുത്ത്. ഗോകുൽനാഥ് ഓരോ ദിവസവും തിരക്ക് കൂടിക്കൂടി വരുന്നു. പക്ഷേ സുഖദർശനം തന്നെയാണ്. കാലാവസ്ഥ അല്പം പ്രതികൂലമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഇന്നിപ്പോൾ എങ്ങനെയാണ് സന്നിധാനത്തെ കാലാവസ്ഥ? ഭക്തരൊക്കെ ദർശനം തേടി എത്തുന്നുണ്ട്. മഴയത്ത് മലകേറി വരാൻ അല്പം ബുദ്ധിമുട്ടാണ് അല്ലേ? അവിടെയും ഭക്തജനങ്ങൾക്ക് ചെറിയ പരീക്ഷണമുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ സുഖദർശനമാണല്ലേ? ഗോകുൽ, ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം. അരുൺകുമാർ ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം. എന്തായാലും കഴിഞ്ഞ ദിവസം വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. കനത്ത മഴ രാത്രി 9 മണിയോടുകൂടി തന്നെ തുടങ്ങി. പിന്നീട് ഹരിവരാസന സമയത്ത് വരെ കനത്ത മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴയെല്ലാം മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. എന്തായാലും ശബരിമലയിൽ ഈ വലിയ ക്യൂ കഴിഞ്ഞ 2 ദിവസം ഉണ്ടായിരുന്ന അതേ ക്യൂ സമാനമായി തന്നെ തുടരുകയാണ്. എല്ലാ ദിവസവും 80,000 തൊട്ട് 1,00,000 ഭക്തർ വരെ ശബരിമല എത്തുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഔദ്യോഗിക കണക്ക് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 79,846 ഭക്തരാണ് ഇത്തരത്തിലെത്തിയത്. വെർച്വൽ ക്യൂ വഴി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ കൂടുതലുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ 15% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബുക്ക് ചെയ്യുന്ന ആളുകൾ കൃത്യസമയത്ത് തന്നെ എത്തണമെന്നുള്ളതാണ് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചിട്ടുള്ളത്. 1590 പോലീസുകാരെ നിലവിൽ ശബരിമല സന്നിധാനത്ത് മാത്രമായി വിന്യസിച്ചിട്ടുണ്ട്. അതിൽ 60ഓളം പേരാണ് 18ാം പടിയിൽ മാത്രം ഡ്യൂട്ടി ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരക്ക് നിയന്ത്രണം കാര്യക്ഷമമായി നടക്കുന്നത്. ശബരിമല സന്നിധാനത്തെ 18ാം പടിയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് നിയന്ത്രണം ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടമുള്ളത്. അവിടെ തന്നെ 60ഓളം പേർ ഡ്യൂട്ടിക്കുള്ളത് വലിയ ആശ്വാസമാണ്. വളരെ വേഗത്തിൽ ക്യൂ മുൻപോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. സുഖ ദർശനത്തിനുള്ള എല്ലാവിധ സാധ്യതകളും സാഹചര്യവും നിലവിൽ സന്നിധാനത്തുണ്ട്. അതുമാത്രമല്ല, ഈ സ്പോട്ട് ബുക്കിംഗ് 8,500 കഴിഞ്ഞ ദിവസം ഉയർത്തി. ഈ സ്പെഷ്യൽ കമ്മീഷണറോടുള്ള അനുവാദം വാങ്ങി സ്പെഷ്യൽ ഓഫീസറാണ് ശബരിമലയിൽ ഈ ദർശനത്തിനായുള്ള സ്പോട്ട് ബുക്കിംഗ് സംവിധാനം കുറെ കൂടെ കാര്യക്ഷമമായി മുൻപോട്ട് പോകുന്ന ഘട്ടത്തിൽ കൂടുതലായി ഉയർത്തിയത്. അപ്പോൾ എന്തായാലും വരുന്ന ഭക്തർക്ക് സുഖദർശനത്തിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ നിലവിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും 18ാം പടിയിൽ 4 ടേണുകളായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി ക്രമങ്ങൾ പരിഷ്കരിച്ചിരിക്കുന്നത്. ABCD എന്നീ കണക്കുകളിൽ നിലവിൽ 4 ഷിഫ്റ്റുകളായിട്ട് തന്നെ പോലീസുകാരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുഖദർശനത്തിലുള്ള എല്ലാവിധ സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട്. എന്തായാലും വലിയ ക്യൂ ഇപ്പോൾ നടപ്പന്തലിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ക്യൂ നീങ്ങുന്നുണ്ട്, വളരെ വേഗത്തിൽ നീങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 1 മണിക്കൂറൊക്കെ നിന്നിരുന്ന ക്യൂ ആണ് ഇപ്പോൾ അരമണിക്കൂറിൽ താഴെ മാത്രമാണ് ഇപ്പോൾ ഈ ക്യൂ കോംപ്ലക്സിനുള്ളിൽ നിൽക്കേണ്ടി വരുന്നത്. വളരെ വേഗത്തിൽ തന്നെ നീങ്ങുന്ന ഒരു ക്യൂ ആണ്. സുഖദർശനത്തിനുള്ള എല്ലാവിധ സാധ്യതകളും നിലവിലുണ്ട് എന്നുള്ളതാണ്. ഭക്തരൊക്കെ തന്നെ സുഖദർശനത്തോടെയാണ് ഇറങ്ങിപ്പോകുന്നത്, അതായത് തൊഴുതിറങ്ങുന്നതുമൊക്കെ. എന്തായാലും വലിയ പ്രതീക്ഷ ദേവസ്വം ബോർഡിനുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഭക്തരെത്തും. ആ ഭക്തരെ മാനേജ് ചെയ്യാൻ, അല്ലെ കൺട്രോൾ ചെയ്യാൻ നിലവിൽ എല്ലാം അണ്ടർ കൺട്രോളിലാണെന്നുള്ളതാണ് ദേവസ്വം ബോർഡും പോലീസ് അധികൃതരും പറയുന്നത്. അരുൺകുമാർ.